ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. റീസെന്റ് നമുക്ക് കേരള PSCയുടെ കുറച്ച് കൺഫർമേഷൻസ് കൊടുക്കാൻ വന്നിട്ടുണ്ട് അല്ലെ. ഇലക്ട്രീഷ്യന്റെ ഓവർസിയർ ഗ്രേഡ് 2. അപ്പോൾ കുറച്ച് കാറ്റഗറീസിൽ കോമൺ ആയിട്ട് എക്സാം April 25th അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. February 10th ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട്. സോ വേരിയസ് കാറ്റഗറീസ് ഇലക്ട്രീഷ്യനിലും ഇതൊക്കെ ആയിട്ട് 58/2023, 186, 195, 247, 254, 265, 417, 428 and 533. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിളിലാണ്. ബാക്കിയെല്ലാം 2, 5 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ മൊത്തം ഇത്രയും കാറ്റഗറീസ് വരുമ്പോൾ ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആന്റിസിപ്പേറ്റഡ് ആണ് ഇത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിനേക്കാൾ കൂടും. അപ്പോൾ എല്ലാവരും വേഗം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്ക് സിലബസ് എന്താന്ന് നോക്കാം. ഓക്കെ, സിലബസ് 10 മോഡ്യൂളാണ് ഉള്ളത്. ബേസിക്സ് ആണ്. 10 മോഡ്യൂളിൽ ഈച്ച് മോഡ്യൂൾ ക്യാരീസ് 10 മാർക്സ്. എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആറ്റംസ് ലെവലിൽ പഠിക്കാനുള്ളതാണ്. ദെൻ ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂളിൽ വേരിയസ് ലോ, ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, then effects of variation of temperature on resistance, chemical effects of electric current, പിന്നെ laws of resistance, different types of cells, primary cell, secondary cell, then coupling, grouping of cells, care and maintenance of cell, buckling and sedimentation. ഇതാണ് മോഡ്യൂൾ 2. then going to module 3. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആണ്. അപ്പോൾ വേരിയസ് ടേംസ്, വേരിയസ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയമagnetic വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്കറിയാം മോട്ടറിന്റെ പ്രിൻസിപ്പളിന്റെ ഫണ്ടമെന്റൽ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ ജനറേറ്ററിന്റെ. ദെൻ MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്ടൻസ്. അപ്പോൾ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്, അനലോഗീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, കപ്പാസിറ്റർ, ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ്. ഇതാണ് മോഡ്യൂൾ 3. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് സൈനുസോയിഡൽ മാത്രമല്ല, വേരിയസ് വേവ് ഫോം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ റിപ്പിൾ ഫാക്ടർ, ഫോം ഫാക്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, RMS വാല്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ദെൻ എർത്തിങ്, പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, റോഡ് എർത്തിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, അങ്ങനെയുണ്ട്. പിന്നെ ഗ്രേഡിംഗ് ഓഫ് കേബിൾ ആൻഡ് വയേഴ്സ്, ദെൻ കറന്റ് റേറ്റിംഗ് ഓഫ് ദിസ് വയേഴ്സ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ മെഗർ. മെഗർ നമുക്കറിയാം ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം, എർത്ത് റെസിസ്റ്റൻസും മെഷർ ചെയ്യാം. സോ മെഗറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് മോഡ്യൂൾ, ദാറ്റ് ഇസ് മോഡ്യൂൾ 5. അതിൽ മെഷീൻസ് ആണ്. മോഡ്യൂൾ 6 മെഷീൻസ് ആണ്. മോഡ്യൂൾ 5 DC മെഷീൻസ് ആണ്. മോഡ്യൂൾ 6 AC മെഷീൻസ് ആണ്. അപ്പോൾ DCയിൽ നമുക്കറിയാം DC ജനറേറ്റർ, DC മോട്ടർ ഉണ്ട്. അതിൽ DC ജനറേറ്ററിന്റെയും മോട്ടറിന്റെയും ബേസിക് ക്ലാസിഫിക്കേഷൻ, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, ക്യുമുലേറ്റീവ്ലി ആൻഡ് ഡിഫറൻഷ്യലി കപ്പിൾ മോട്ടേഴ്സ്, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ്. പിന്നെ സ്റ്റാർട്ടേഴ്സ്, 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ. അത് ഏത് മെഷീനിലാണ് 3 point യൂസ് ചെയ്യുന്നത്, ഏത് മെഷീനിലാണ് 4 point, വാട്ട് ഇസ് ദ നീഡ് ഓഫ് സ്റ്റാർട്ടർ, സ്പീഡ് കൺട്രോൾ ഓഫ് മെഷീൻ. ഇത്രയാണ് DC മെഷീൻസിൽ. AC മെഷീൻസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഫേസും 3 ഫേസും പറയുന്നുണ്ട്. അതിൽ AC മെഷീൻസ് തന്നെ നമുക്കറിയാം സിങ്ക്രണസ് മെഷീൻസും അസിങ്ക്രണസ് മെഷീനും ഉണ്ട്. സിങ്ക്രണസ് മെഷീനിൽ വരുന്നതാണ് ഓൾട്ടർനേറ്ററും പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടോഴ്സും. ഓക്കെ, അതിലും എന്താ പറയുക, ജനറേറ്ററും മോട്ടറും ഉണ്ട്. ദെൻ ജനറേറ്റർ, അതായത് AC മെഷീനിൽ, സിങ്ക്രണസ് മോട്ടറിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത്. ദെൻ ഓൾട്ടർനേറ്റർ ആണ് ജനറേറ്റർ, സിങ്ക്രണസ് ജനറേറ്റർ. ദെൻ അസിങ്ക്രണസ് മെഷീനിൽ വരുന്നതാണ് ഇൻഡക്ഷൻ മെഷീൻ. ഇൻഡക്ഷൻ മെഷീൻ നമുക്ക് സ്ലിപ്പ് റിംഗും സ്ക്വിറൽ ഗേജും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേരിയസ് സ്റ്റാർട്ടേഴ്സ് പഠിക്കാനുണ്ട്. അസിങ്ക്രണസ് ഇൻഡക്ഷൻ മെഷീനിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ, സ്ലിപ്പ് റിംഗ് മോട്ടർ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അതേമാതിരി തന്നെ ഇൻഡക്ഷൻ മെഷീൻ്റെ സിംഗിൾ ഫേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റർ, സ്റ്റാർട്ട് കപ്പാസിറ്റർ ആൻഡ് സ്പ്ലിറ്റ് ഫേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഷെയ്ഡഡ് പോൾ മെഷീൻ, ദെൻ AC മോട്ടർ പാനൽ വയറിംഗ് ആൻഡ് ഫേസ് സീക്വൻസ്. ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 6 പഠിക്കാനുള്ളത്. ദെൻ ഗോയിങ് ടു മോഡ്യൂൾ 7. അപ്പോൾ നമുക്ക് മെഷീൻസിൽ നമുക്കറിയാം റൊട്ടേറ്റിംഗ് മെഷീൻസും ഉണ്ട്, സ്റ്റാറ്റിക് മെഷീൻസും ഉണ്ട്. റൊട്ടേറ്റിംഗ് മെഷീനിൻ്റെ DC മെഷീൻസും AC മെഷീൻസും നമ്മൾ നോക്കി. സ്റ്റാറ്റിക് മെഷീനിൽ വരുന്നതാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, EMF ഇക്വേഷൻ, പാരലൽ ഓപ്പറേഷൻ, കൂളിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ഡിവൈസ് ഫോർ ട്രാൻസ്ഫോമർ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ മെഷർമെന്റ്സിൽ വരുന്ന ഭാഗമാണ് ഇൻഡിക്കേഷൻ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്ടിംഗ് ടൈപ്സ്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, സ്പ്രിംഗ് കൺട്രോളിംഗ് സ്പ്രിംഗ് കൺട്രോളും,
ഗ്രാവിറ്റി കൺട്രോളും ഡാമ്പിങ്ങിൽ എയർ ഫ്രിക്ഷൻ ഡാമിങ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് ഇലുമിനേഷനും ബേസിക് ഇലക്ട്രോണിക്സും കമ്പൈൻഡ് ആണ്. ഇലുമിനേഷനിൽ ലോസ് ഓഫ് ഇലുമിനേഷൻ, പിന്നെ വേരിയസ് ടേംസ് ഓഫ് ഇലുമിനേഷൻ നോക്കി വയ്ക്കുക. അതിന്റെ പല യൂണിറ്റ്സും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ലാമ്പ്, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, പിന്നെ സെമി കണ്ടക്ടർ, ബേസിക് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ പി ടൈപ്പും എൻ ടൈപ്പും, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ ആൻഡ് ട്രാൻസിസ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 8 വരുന്നത്. ആൻഡ് മൊഡ്യൂൾ 9 and 10 എന്ന് പറയുന്ന പവർ സിസ്റ്റം ആണ്. ജനറേഷനും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ജനറേഷനിൽ വേരിയസ് സോഴ്സസ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്, തെർമൽ, ഹൈഡൽ എക്സെട്ര, അതിൽ ബേസ് ലോഡ് പവർ പ്ലാന്റ്, പീക്ക് ലോഡ് പവർ പ്ലാന്റ്, അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാൻ നോക്കുക. ദെൻ ട്രാൻസ്മിഷനിൽ വരുന്നത് മെയിൻ ആയിട്ട് DC ആൻഡ് AC ട്രാൻസ്മിഷൻ, അതിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, അതിൽ യൂസ് ട്രാൻസ്മിഷനിൽ വരുന്ന വേരിയസ് കാര്യങ്ങൾ. ദെൻ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പവർ സിസ്റ്റം നമുക്ക് മെഷീൻസ് പവർ സിസ്റ്റം അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും നന്നായി നമുക്കറിയാം April 25 എക്സാം. സോ ദ മെറ്റീരിയൽസ് ഷുഡ് ബി അറ്റ് ഹാൻഡ്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുക. സോ വൺസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ഓവർസിയർ ഗ്രേഡ് 2, ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ, ഇത് ഇത്രയും വേക്കൻസി കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. ബാക്കി എല്ലാ കാറ്റഗറീസിനും, നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ കാറ്റഗറീസിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഈ കോഴ്സിൽ 75 ഡേയ്സിന്റെ ഗോൾഡ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ സ്മാർട്ട് വീഡിയോ ക്ലാസ്സസ് 75 days ഗോൾഡ് ബാച്ച് എന്ന് പറയുന്ന പ്രിപ്പറേഷൻ 75 daysൽ നിന്നാണ്. നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് ഈ കോഴ്സിന് വാലിഡിറ്റി കിട്ടും. അതായത് April 25 വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപയോഗിക്കാം. നമ്മൾ 75 daysൽ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ സ്മാർട്ട് വീഡിയോ ക്ലാസ്സസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സ്മാർട്ട് വീഡിയോ ക്ലാസ്സസ്. അത് നിങ്ങൾക്ക് വൺസിന്റെ ആപ്പ് വഴിയാണ് കിട്ടുന്നത്. റെക്കോർഡഡ് ആയിട്ടാണ്, റെക്കോർഡഡ് ലെസൺസ് ആണ് ആപ്പ് കൂടെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ച് അതിൽ ലോഗിൻ ചെയ്ത് കാണാം. ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഈ വീഡിയോസിന്റെ എല്ലാം സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഓൺലൈൻ ടെസ്റ്റ് സീരീസ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരിക്കും. ദെൻ ഡൗട്ട് ക്ലിയറൻസ് ത്രൂ WhatsApp. അതായത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ടോ അതിൽ പോസ്റ്റ് ചെയ്യാം. Corresponding faculty will get back to you within 2 days. Then PYQ discussion, previous year question ഒരു ഡിസ്കഷൻ സെഷൻ ഉണ്ട്. സോ ഇത്രയാണ് ഞങ്ങളുടെ ഗോൾഡ് ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ 2 കോൺടാക്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. Our staff will contact you. So additional to that, we are launching Electrical PYQ 2.0. ഇങ്ങനെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സുകൾ എടുക്കുന്നവർക്ക്, നേരത്തെ പറഞ്ഞ ഇലക്ട്രീഷ്യൻ്റെയും OC ഗ്രേഡ് 2 ഒക്കെ കോഴ്സ് എടുക്കുന്നവർക്ക് ഈ PYQ 2.0 ആഡ് ഓൺ ആയിട്ട് കിട്ടാൻ പോകുന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് എവ്രിബഡി ഈസ് ഇത്രയും പെട്ടെന്ന് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. മനസ്സിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെ എന്താ പറയുക അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും നോക്കിയിട്ട് കോൺടാക്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ആൻഡ് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.